കൊടും വേനലിൽ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലെ ആളുകൾക്ക് ആശ്വാസമായിരുന്ന കല്ലട ജലസേചന പദ്ധതി ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. പ്രധാന കനാലും ഉപകനാലുകളും യഥാസമയം പരിപാലിക്കാതെ കാട് കയറി കനാലിന്റെ കൈവരി പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരിക്കുന്നു. വേനൽ അടുത്തതോടെ വെള്ളം കിട്ടാതെ വരുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ വേഗം തുടങ്ങി പൂർത്തീകരിച്ചില്ലെങ്കിൽ കനാലിന്റെ അവസ്ഥ കൂടുതൽ മോശമാകുമെന്നാണ് നാട്ടുകാർ പ്രദേശവാസികൾ പറയുന്നത്. കല്ലട ജലസേചന പദ്ധതി പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കലഞ്ഞൂരടക്കമുള്ള പഞ്ചായത്തുകൾക്ക് കീഴിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അലക്കാനും കുളിക്കാനും കൃഷി ആവശ്യത്തിനുമടക്കം വെള്ളം എടുത്തിരുന്നത് ഈ പദ്ധതിയിൽ നിന്നാണ്. ഒരു കാലത്ത് നാടിൻ്റെ അഭിമാനമായിരുന്ന കല്ലട ജലസേചന പദ്ധതി ഇന്നിപ്പോൾ അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയിലാണ്. കാട് കയറി ഇഴജന്തുക്കളുടെ സ്വൈര്യവിഹാര കേന്ദ്രമായി പ്രധാന കനാലും ഉപകനാലുകളുമെല്ലാം പലയിടങ്ങളിലും കോൺക്രീറ്റ് അടന്ന് ഏതു സമയത്തും നിലം പൊത്താറായ അവസ്ഥയിലാണ് കനാലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം. പണ്ടെന്നുള്ള ഈ കനാലിൻ്റെ ഈ 4 വഴിക്കും ഈ സർക്കാർ തൊഴിലുറപ്പ് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യുമായിരുന്നു. ഇപ്പം അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് കനാലിൽ ഈ കനാലിൽ വെള്ളം വന്നാലേ ആൾക്കാർക്ക് ഇതുകൊണ്ടേ പറയാനുള്ളത്. ഇപ്പം എന്തിനാ പേര് കനാലുണ്ടാക്കിയത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടുള്ളവരും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. കിണറില്ലാത്തവരും കിണറിൽ വെള്ളം പറ്റുന്നവരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ഈ കാട് കയറി കിടക്കുന്ന ഇവിടെ തന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ തെളിച്ച് കിടക്കുന്നുണ്ടാ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ടൊക്കെ കയറാൻ പറ്റത്തില്ല. അതുപോലെ കാണാം. അത് അവരൊന്നും ചെയ്യുന്നില്ല. അവർ വെട്ടും ആരെയും കൊണ്ടുവന്ന് ഇവിടെ ഇച്ചിരി ഇല്ല അവിടെ വരെ ആ പാലത്തിൻ്റെ അവിടെ വരെ വെട്ടും. പിന്നെ താപ്പോട്ടില്ല. കനാല് കടന്നു പോകുന്ന ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാട് കയറി. പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി. വേനൽക്കാലമാകാറായി. അതിനു മുമ്പെങ്കിലും കനാലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടെടുത്തില്ല എങ്കിൽ വെള്ളം തുറന്നുവിടുമ്പോൾ കനാലിന്റെ സാഹചര്യം കൂടുതൽ മോശമാകും. പക്ഷേ ഇതിനകത്ത് കുറേ വേസ്റ്റും സാധനങ്ങളെല്ലാം കൊണ്ടിടുന്നുണ്ട്. ഞങ്ങൾ കനാൽ തുറക്കുമ്പോൾ നമ്മൾ താഴെ നമ്മളിനി വരും തുണി കഴിയാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഈ കനാലിന്റെ താഴ്ഭാഗങ്ങളെല്ലാം ഈ വീടുകളിൽ ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞത് 10-ാം തീയതി തുറന്നു വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പ് തന്നിരിക്കുന്നത് 10-ാം തീയതി തുറന്നു വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഇത് വൃത്തിയാക്കേണ്ടതായിരുന്നു. ഇതുവരെയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടുമില്ല. അവർ ഇതുവരെ വൃത്തിയാക്കിയിട്ടുമില്ല. ആൾക്കാരുടെ വെള്ള സന്ധ്യ ആകുമ്പോൾ മുതൽ തുടങ്ങും. ഒരു പാതിരാത്രി എപ്പോഴാണ് എണ്ണിച്ച് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. കുപ്പിയും വെള്ളമൊക്കെ കൊണ്ടുവച്ച് കുടിയും ബഹളവും ചീത്തവിളിയും ഒക്കെയാ. നമ്മൾ പിന്നെ ആരോട് പറയാനേ? ഞങ്ങളുടെ ഒരു കിണറേ ഉള്ളൂ വെള്ളം പറ്റാത്ത. ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം അവിടെ വന്ന വെള്ളം കൊണ്ടുവന്നേ. ഈ കനാലിൽ വെള്ളം വിട്ടാൽ അങ്ങോട്ടുള്ള കിണറ്റിലെല്ലാം വെള്ളമാവും. അവരതാ കുടിക്കുന്നത്. അപ്പോൾ ഈ കാട് കയറി കിടക്കുന്നത് കൊണ്ട് നമുക്ക് കുളിക്കാനും ഇറങ്ങാനൊക്കത്തില്ല. ഞങ്ങൾ കനാല് മണിക്ക് ഇറങ്ങുമ്പോൾ കാട് വെട്ടി തെളിച്ച് അത് തീയിട്ട് അത് വാരി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാട്ടേ ഇവിടെ വെള്ളം വിടുമായിരുന്നു. ഇപ്പം അങ്ങനല്ല. ഇതിപ്പോൾ 2-3 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുക. കൂടൽ വില്ലേജ് ഓഫീസിന്റെ പടിക്കൽ മണ്ണ് കയറി കിടക്കുകയാണ്. അതായത് റോഡിൽ നിന്ന് മറ്റ് പ്രദേശത്തു നിന്ന് ഒഴുകി വരുന്ന മണ്ണ് കനാലിൽ വീണ് കനാൽ ഉയർന്നു കിടക്കുക. അപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക്, സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് കിട്ടാത്തതുകൊണ്ട് ഓവർഫ്ലോ ആയിട്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. തുടർന്നുള്ള പ്രദേശത്തും അത് തന്നെയാണ്. നെല്ലുമുരിപ്പിന് ചെയ്യുന്നാൽ ഒരു പാലമുണ്ട്. അവിടെയും ആ പാലത്തിൻ്റെയും തൂണ് ദ്രവിച്ച് തറയെ വീഴത്തക്ക രീതിയിലാണ്. ഏതാനും നാളുകൾക്കകം തറയെ വീഴും. അവിടെ നിന്നും വെള്ളം പോകുന്നില്ല. എല്ലാം ഓവർഫ്ലോ ആയിട്ട് ഈ വെള്ളം ഇതുകൊണ്ടൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഈ പദ്ധതി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരപ്പിൽ നിന്ന് ഏതാണ്ട് 50 അടിയിലേറെ ഉയരമുണ്ട് കനാലിന്റെ തൂണുകൾക്ക്. അവയിൽ പലതിൻ്റെയും കോൺക്രീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കമ്പി പുറത്തു കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും കരാറിലെ കാലതാമസം മൂലം നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുകയാണ്. വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കല്ലട ജലസേചന പദ്ധതിയും കനാലും സ്വപ്നങ്ങളിൽ മാത്രമാകും. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.